ായിട്ടിരുന്ന് വിഷയിരിക്കാം. ഈശോയിലേറ്റ സ്നേഹമുള്ളവരെ, ഈ മൂന്നാമത്തെ വ്യാഴാഴ്ച രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. തപസ് കാലത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പം അടിസ്ഥാനപരമായിട്ട് കർത്താവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണമൊക്കെ ധ്യാനിക്കുന്ന സമയമാണ് ഈ 40 നോയമ്പ്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാവുന്നതുപോലെ തപസ് കാലത്ത് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ലെൻറ്റ് എന്നാണ്. അപ്പോൾ അതിൽ ഓരോ ലെറ്റേഴ്സ് എടുത്തിട്ട് ഒരു ആത്മീയ ഗുരു അതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ലെറ്റ് us eliminate all negative thoughts and things from our lives. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിഷേധാത്മകമായിട്ടുള്ള തകർക്കുന്ന എല്ലാ കെട്ട ചിന്തകളെയും കാര്യങ്ങളെയും മാറ്റാനുള്ള ഒരവസരമാണ്. അപ്പം നമ്മൾ ഈ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ച് കഴിയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഞാൻ ദൈവവുമായിട്ട് എത്രമാത്രം അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ദൈവത്തിൽ നിന്ന് ഇങ്ങനെ വളരാനായിട്ട് എന്നെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. പ്രത്യേകമായിട്ട് ഈ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ഈ ദിവസങ്ങളിലെ വചനഭാഗങ്ങൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ വായിക്കപ്പെടുന്ന വചനഭാഗം, അത് ഏത് റീതിപ്പെട്ടതായാലും ശരി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട മേഖലകളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ ദൈവവുമായിട്ട് അടുത്ത് അനുഗമിക്കാൻ നമ്മളെ സഹായിക്കുന്ന പുണ്യങ്ങളും അവിടെ പ്രഘോഷിക്കപ്പെടും. പ്രത്യേകമായിട്ടൊരു മേഖലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ആത്മീയതയ്ക്ക് ഭംഗം വരുത്തുന്ന, തടസ്സം വരുത്തുന്ന, കൃപ കെടുത്തിക്കളയുന്ന, അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കീർണതയുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കത്ര വലിയ കാര്യമായിട്ട് തോന്നുകയല്ല, പക്ഷേ അതുണ്ടാക്കുന്ന ആഘാതം അത് തിരിച്ചറിയണം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് നമ്മൾ മനസ്സിലാക്കുക. അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരത്തിൽ വരുന്ന വീഴ്ച ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ കുമ്പസാരിക്കുന്ന വ്യക്തികളാണ്. എല്ലാ കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന പാപം ഏതാണ്? നമ്മുടെ സംസാരത്തിൽ വരുന്ന വീഴ്ചയല്ല, പല രീതിയിലും. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഗൗരവകരമായ തെറ്റുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നില്ലായിരിക്കാം. അങ്ങനെയൊന്ന് വീണുപോയാൽ അതിനെക്കുറിച്ച് ആഴത്തിലുള്ള സങ്കടവും ദുഃഖമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മളൊരു തരം ലാഘവത്വം പുലർത്തുകയാണ്. അത് കുഴപ്പമില്ല എന്ന് നമ്മൾ കരുതാൻ ഇടവരികയാണ്. വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 34:7 നിൻ്റെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹവും ശാപവും ഒക്കെ വരുന്നത് നിൻ്റെ സംസാരം വഴിയായിട്ട് തന്നെയാണ്. വീണ്ടും വചനത്തിൽ വായിക്കുന്നുണ്ട് സുഭാഷിതം അതിൻ്റെ 18:21 ശാപവും അനുഗ്രഹവും നിൻ്റെ നാവിൽ വെച്ചിരിക്കുന്നു. അപ്പം എങ്ങനെ നമ്മളത് വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും. നാവ് ദൈവം തന്ന, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഉള്ള കഴിവ് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നില്ലേ, ദൈവം എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത് വചനം കൊണ്ടാണ്, വാക്കുകൊണ്ടാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവനോട് പറയുന്നുണ്ട്, പേര് വിളിക്കുക, നീ സംസാരിക്കുക. അപ്പോഴാണ് ആദം ഓരോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ പേരിടുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ മറ്റേതെങ്കിലും ജീവജാലത്തിന് ഇങ്ങനെയുള്ളൊരു കഴിവ് ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ കഴിവിനെ, സംസാരിക്കാനുള്ള കൃപയെ നമ്മൾ അനുഗ്രഹമാക്കി തീർക്കണം. നാവെന്ന് പറയുന്ന അവയവമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനോഭാവം, നമ്മുടെ സംസാരം കൃത്യമായിട്ട് നമ്മളൊന്ന് സ്വീകരിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അപ്രതീക്ഷിതമായിട്ട് പിള്ളേരുടെ ഒരു മാഗസിൻ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കിടന്നതിങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷേ അതിൽ വളരെ ആഴത്തിലുള്ള ഒരു കഥ ഇങ്ങനെ വായിച്ചു. നമുക്കൊക്കെ പരിചിതമായൊരു കഥാപാത്രമാണ്. ഒരു മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ, അയാളുടെ കൊട്ടാരത്തിൽ ബൽബീർ എന്ന പേരുള്ളൊരു ജ്ഞാനി ഉണ്ടായിരുന്നത്രേ. അപ്പോൾ ഇയാൾക്ക് ഒരുപാട് ശത്രുക്കൾ രാജസദസ്സിലുണ്ട്. അപ്പോൾ അവർ ചക്രവർത്തിയെ സ്വാധീനിച്ചു.
കുരുക്കിലാക്കാൻ വേണ്ടിയിട്ട് ഈ ജ്ഞാനിയോട് ചോദിച്ചു, ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും നികൃഷ്ടവുമായ വസ്തുക്കൾ ഏതാണ്? ഉടൻ തന്നെ ഇങ്ങനെ രാജകൊട്ടാരത്തിൽ ഹാജരാക്കുക. അയാൾ ഒരു സമയവും ഒരു മിനിറ്റ് പോലും കളയാതെ അയാൾ ഓടി. എന്നിട്ട് അടുത്തുള്ളൊരു കശാപ്പശാലയിൽ ചെന്നിട്ട് അവിടെ കശാപ്പ് ചെയ്തിട്ടിരിക്കുന്ന മൃഗത്തിൻ്റെ ഒരു നാവെടുത്ത് ഒരിലയിൽ വെച്ച് ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഇതാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും നികൃഷ്ടവുമായ വസ്തു. എങ്ങനെ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ രൂപഭാവങ്ങളും മാറും. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നടുവിന് വേദനയായാലും വയറുവേദനയായാലും തലവേദനയായാലും ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം പറയണത് എന്താണ്? നാവ് നീട്ടാൻ പറയും. ഈ ടോർച്ചടിച്ച് നടുവേദനയ്ക്ക് നാവ് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കറിയാം, ഡോക്ടറിന് വ്യക്തമായിട്ടറിയാം ശരീരത്തിലെ മാറ്റങ്ങൾ നാവിൽ ഒരു മാപ്പ് പോലെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ആത്മീയ അർത്ഥം തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ച അത് എവിടെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തേടിപ്പോകേണ്ടത് ഈ സംസാരത്തിൻ്റെ അനുഭവത്തിലാണ്. എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നിങ്ങൾ നിർബന്ധമായിട്ടും വീട്ടിൽ പോയിട്ടൊരു വചനം വായിക്കണം കേട്ടോ. അത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റും നാവിൻ്റെ ദുരുപയോഗം. അതിൻ്റെ 2-ാമത്തെ വചനം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ ഭാഗ്യവാൻ, അവൻ പൂർണ്ണനായവനാണ്. സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ അവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. എത്ര സുന്ദരമായ ഒരനുഭവമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ വാക്കുകൾ എത്രമാത്രം കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ ശക്തി നമുക്ക് അറിഞ്ഞുകൂടാ. വചനത്തിൽ വായിക്കുന്നില്ലേ, മത്തായി അതിൻ്റെ 17:20 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക. മറ്റൊന്നുമല്ല, നിൻ്റെ നാവ് അതിന് മലയെപ്പോലും മാറ്റാനുള്ള ശക്തിയുണ്ട്. ബൈബിളിലുണ്ട് അത് കൃത്യമായിട്ട്. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ നാവിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ നീ സംസാരിക്കുന്നുവോ അതുപോലെയാണ് നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകുന്നത്. ഇന്നത്തെ ദിവസം ആത്മാർത്ഥമായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും.